നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. എനിക്കിന്ന് ചിരി വരുന്നുണ്ട് നന്നായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ പൈല് വെച്ചു ഇവിടെ. അപ്പം എനിക്കറിയാം എല്ലാവരും ഇപ്പം ആദ്യം തന്നെ പറയാം, എന്തിനാ ഇത്ര പൈല് എന്ന് പറയും. ചുമ്മാ ഒരു രസം ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അതും എല്ലാം റോസ് കോഡ്സ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ കുറച്ചുകൂടി കൺഫ്യൂസ് ആവും. ഓക്കെ, നോക്കാമല്ലോ നിങ്ങളുടെ മൈൻഡ്, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പൈലുമായിട്ട് കണക്റ്റ് ആവും എന്ന് എനിക്കൊന്ന് അറിയണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നന്നായിട്ട് യൂസ് ചെയ്യാം. ആദ്യം ഓക്കെ, അതിന് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം കണ്ണടച്ചിരിക്കുക കുറച്ച് നേരം. ഓക്കെ, കുറച്ച് നേരം കണ്ണടച്ചൊന്നിരുന്നത് പോസ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, പോസ് ചെയ്തിട്ട് കണ്ണടയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഡീപ്പ് ബ്രീതിങ് ചെയ്യാം. ഒന്ന് മനസ്സിനെ കാമാക്കുക, ശാന്തമാക്കുക, ഒന്നും ആലോചിക്കേണ്ട തൽക്കാലം. ഓക്കെ, കുറച്ച് നേരം മൈൻഡ് ബ്ലാങ്ക് ആക്കി വെക്കാം. ഓക്കെ, എൻ്റെ കൂടെ ചെയ്തോളൂ വേണമെങ്കിൽ ഇപ്പോൾ സമയം എടുത്തിട്ട്. ഓക്കെ, മൈൻഡ് കാമാക്കി വെച്ച് ഓക്കെ ഡീപ്പ് ബ്രീത്ത് എടുക്കാം. വയറ് പുറത്തേക്ക് വരണം. ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ വയറ് പുറത്തേക്കാണ് വരേണ്ടത്. ഓക്കെ, ഒരു മിനിറ്റ് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം. മേലേക്ക് ഇങ്ങനെ നെറ്റിയുടെ അവിടേക്ക് അത് കയറുന്നുണ്ടോ എന്നൊരു ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, അവിടെ വരെ എത്തുന്ന ഒന്ന് പിടിച്ച് വെച്ച് വിടാം. വായിലൂടെ വിട്ടോളൂ, കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെ ഒരു 2-3 തവണ നിങ്ങൾക്ക് പറ്റിയ റിപ്പീറ്റ് ചെയ്തോളൂ പോസ് ചെയ്തിട്ട്. ഓക്കെ, ഒന്ന് ശാന്തമായി കഴിയുമ്പോൾ നിങ്ങൾ തീരുമാനിച്ചോളൂ, സമയം എടുത്തോളൂ. ഞാൻ അപ്പോഴേക്കും നിങ്ങളുടെ മുമ്പ് തന്നെ ഞാൻ കാർഡ്സ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നുള്ളൊരൊറ്റ ക്വസ്റ്റ്യൻ. വേറെ ഒന്നും നമ്മൾ നോക്കാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് സ്നേഹമുണ്ടോ? യെസ് ഓർ നോ? അവരെന്താ ചിന്തിക്കുന്നത്? അത് മാത്രം. 5 പൈലുണ്ട്, എല്ലാം റോസ് കോഡ്സ് ആണ്. ഓരോന്നും ഞാൻ പറയാം. നിങ്ങളെ മുമ്പ് തന്നെ കാർഡ് ഇവിടെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഓക്കെ ഓക്കെ, ഫസ്റ്റ് പൈൽ റോസ് കോഡ്സിൻ്റെ റോസ് തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് പൈൽ റോസ് കോഡ്സിൻ്റെ ഏഞ്ചലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏഞ്ചലിനെ വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ. പിന്നെ ഇത് വെറും ഒരു ഓവൽ ഷേപ്പ് റോസ് കോഡ്സ്, ഇങ്ങനെ പാം സ്റ്റോൺ എന്നാണ് പറയുക. ഇങ്ങനെ കൈപ്പിടിച്ച് ഇങ്ങനെ ചെയ്ത ഒരു സുഖം ഒരു. ഓക്കെ, എൻ്റെ കയ്യിൽ കുറേ കളക്ഷൻ ഉണ്ട് ഇതൊക്കെ. ഓക്കെ, ആൻഡ് റോസ് കോഡ്സിൻ്റെ പോയിന്റ് എന്നോ എന്തോ പറയൂ ഇതിനെ. ഓക്കെ, ഇങ്ങനെ റോസ് കോഡ്സിൻ്റെ തന്നെയാണ്. ആൻഡ് ഇത് റഫ് റോസ് കോഡ്സിൻ്റെ സ്റ്റോണാണ്. ഓക്കെ, റഫായിട്ടുള്ളത് ഇങ്ങനെയാണ് ആക്ച്വലി റോസ് കോഡ്സ് ഒക്കെ ഇരിക്കുക. ഇതിനെയാണ് ഷേപ്പാക്കി ഇങ്ങനെ ഓരോ രൂപത്തിലൊക്കെ ആക്കുന്നത്. നമ്മുടെ ബീഡ്സ് ഇപ്പോൾ ഇതിലില്ലേ, ഇതിലുള്ള ബീഡ്സൊക്കെ ഇതിൽ നിന്നാണ് അവർ കട്ട് ചെയ്ത് ഷേപ്പാക്കി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് റോക്കെന്ന് വരുന്നതാണ്. നമ്മൾ എന്താ പറയുക, മൗണ്ടനൊക്കെ പൊട്ടിച്ച്, മൗണ്ടനോ എവിടെ നിന്നൊക്കെയോ എടുത്ത് പൊട്ടിച്ചിട്ടൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടുന്നതാണ് ഇങ്ങനത്തെ സ്റ്റോൺസ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്. ഇങ്ങനെയാണ് വരിക. ഇതിനെയാണ് പിന്നീട് അവർ ഓരോ ഷേപ്പൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, വലിയ വലിയ റോക്സ് ആയിരിക്കും കേട്ടോ, വലിയ പീസ് ഓഫ് റോക്സ് ആയിരിക്കും. എന്നിട്ട് അതിനെ നമ്മൾ ഡയമണ്ടൊക്കെ കാണില്ലേ, വലിയ പീസ് അതുപോലെ ആയിരിക്കും. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ സമയം എടുത്ത് ചൂസ് ചെയ്തോളൂ, ഫോർവേഡ് ചെയ്തോളൂ. ഇതൊക്കെ സോറി ഞാൻ മറന്നുപോയി. ഓക്കെ, ഞാൻ കാർഡ് വെച്ചിട്ട് ഒന്നിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സ്ഥലം ഉണ്ടാക്കാം. ഇതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ നിങ്ങളെ മുമ്പ് തന്നെ കാർഡ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് സമയമായാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ പ്ലീസ്. ഓക്കെ, വെയിറ്റ് ചെയ്യണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് അഡ്വൈസ് കാർഡ് കൂടി എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ചൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് പൈൽ റോസ് കോഡ്സ്, റോസ്. ഓക്കെ, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് കപ്സ്, വെരി നൈസ്. വാവ്. ഫോളോയിങ് ഹാർട്ട് ആൻഡ് ഡിസൈറിങ് ലവ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ് എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, അവരൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ വരെ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ.
നിങ്ങളുടെ പേഴ്സൺ ആദ്യം വലിയ മെച്യൂരിറ്റി, അതായത് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു പുതിയതായിട്ട് പരിചയപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പരിചയമുള്ളവരാണെങ്കിൽ കുറച്ച് കാലമായിട്ട് നിങ്ങൾ തമ്മിലൊരു റൊമാൻസ് ഒക്കെ ഉണ്ട്, നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം ചിലപ്പോൾ അത്. ഓക്കെ, അവർ നിങ്ങളോട് കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്ത് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും നിങ്ങൾ തമ്മിലൊരു മുന്നോട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വരെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് ഫസ്റ്റ് ഫയലിന് വന്നിട്ടുള്ളത്. ഓക്കെ, സിമ്പിളായിട്ട് പറയുന്നുള്ളൂ. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ആൻഡ് മെൻഡിങ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ അത് ബെറ്റർ ആക്കാൻ നിങ്ങൾ ശ്രമിക്കാം. ആക്ച്വലി നടക്കും, ബെറ്റർ ആവും എന്ന് പറയാം. ഓക്കെ, അതാണ് കമ്മിറ്റ്മെൻറ്റ് കാര്യം പറഞ്ഞത് തോന്നുന്നു. മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റോ സെപ്പറേഷനോ ഒക്കെ ആണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് പറയാനും എക്സ്പ്രസ് ചെയ്യാനും ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തരാനുമായിട്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ അതാണ് പൈൽ 1. ഓക്കെ, പൈൽ 2 സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഉണ്ട്. ഓക്കെ, നോ ഡൗട്ട്. ഓക്കെ, പൈൽ 2 റോസ് ക്വാർട്സ് ഏഞ്ചൽ, കിങ് ഓഫ് കപ്സ് ആൻഡ് 5 ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, സോറി, ഇവിടെ ആക്ച്വലി സ്നേഹമുണ്ട്. ഓക്കെ, അങ്ങനെ പറയാം, തീർച്ചയായിട്ടും ഇവിടെ അവർക്ക് സ്നേഹമുണ്ട് നിങ്ങളോട്. കമ്പാഷനേറ്റ് ആൻഡ് വൈസ് ലവ് എന്നാണ്. അവർക്ക് ശരിക്കും സ്നേഹമൊക്കെ ഉണ്ട് നിങ്ങളോട്. പക്ഷേ ഇതിന് മുന്നോട്ട് നിങ്ങൾക്കൊരു കാര്യമില്ല എന്നാണ് പറയുന്നത്. സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ നമ്മൾ, ആക്ഷൻ ഇല്ല എന്ന രീതിക്കായിരിക്കാം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടെ ഒരു നഷ്ടം വരുന്ന തരത്തിൽ, വിട്ടുപോകുന്ന തരത്തിൽ, സെപ്പറേഷൻ വരുന്ന തരത്തിലാണ് ഇവിടെ കാണുന്നത്. സോ ഐ തിങ്ക് അവർക്ക് സ്നേഹമുണ്ട്, പക്ഷേ ഇരിക്കുന്ന നോക്കൂ, ഒരു ആക്ഷൻ എടുക്കുന്നില്ല അല്ലേ. അവരിങ്ങനെ എന്തോ ഇങ്ങനെ ഒരു ലോകത്തിങ്ങനെ ഇരിക്കണമെന്ന് മാത്രം, അല്ലാതെ അതിലൊരു ആക്ഷനായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാണ്. ഓക്കെ, പിന്നീട് ഇത് മുന്നോട്ട് നിങ്ങൾക്ക് പക്ഷെ അതിനെക്കൊണ്ട് കാര്യമില്ല. മേ ബി ഇപ്പം നിങ്ങളുടെ സ്റ്റേജ് ഇതായിരിക്കാം, ഇപ്പം നിങ്ങൾ തമ്മിൽ മേ ബി ഒരു സെപ്പറേഷൻ്റെ സമയമായിരിക്കാം. ഓക്കെ, പക്ഷെ പേഴ്സണൽ സ്നേഹമുണ്ട്, അത് പറയാം. ഓക്കെ, ആൻഡ് ടൈം ഫോർ എ നാപ്പ് എന്ന് പറയുന്നുണ്ട്. ഒരു ബ്രേക്കിൻ്റെ ടൈമാണ് ഇപ്പോൾ ഇത്. ഐ തിങ്ക് ഇപ്പം നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ബ്രേക്കിൻ്റെ ടൈമാണ്. ഓക്കെ, പക്ഷെ പേഴ്സണൽ സ്നേഹമുണ്ട്. ഓക്കെ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ യെസ്, അവർക്ക് സ്നേഹമുണ്ട്. കിങ് ഓഫ് കപ്സ് ആണ്, എന്നിട്ടും എന്താ ചെയ്യാം. ഓക്കെ, ചിലത് അങ്ങനെയാണ്, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അത് ആക്ഷനിൽ കൂടെ കാണണം, പ്രവൃത്തിയിൽ കൂടെ കാണണം, നെക്സ്റ്റ് സ്റ്റെപ്പ് കൂടി നമുക്ക് വേണം അല്ലേ. ഓക്കെ, തേർഡ് പൈൽ റോസ് ക്വാർട്സിൻ്റെ ഓവൽ ചൂസ് ചെയ്ത ആൾക്കാർ 3 of cups and 9 of wands. Sorry, growing and cooperative to love. ആക്ച്വലി ഈ പൈലും എനിക്ക് വലിയ പോസിറ്റീവായിട്ടല്ല ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നിരിക്കാം, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു കമ്പാനിയൻഷിപ്പ് ഒക്കെ ആയിരുന്നിരിക്കാം, ഒന്നിച്ച് നിങ്ങൾ തമ്മിൽ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ ഇപ്പം നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ എന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു അകൽച്ച വന്നിട്ടുണ്ട്. ഓക്കെ, ടു ദ സീ ഉണ്ട്. ആക്ച്വലി ഒന്നുമില്ലെങ്കിൽ ഡിസ്റ്റൻറ്റ്, ഇപ്പം നിങ്ങൾ തമ്മിൽ പേഴ്സൺ മാറി ദൂരെ പോയിട്ടുണ്ടാവാം, നിങ്ങളും ദൂരം പോയിട്ടുണ്ടാവാം, അല്ലെങ്കിലും ഒരു ഡിസ്റ്റൻസ് എന്ന് തന്നെ പറയാം. അകൽച്ച, ഡിസ്റ്റൻസ്, ഒരു ബൗണ്ടറി എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു ബൗണ്ടറി വെക്കുന്നുണ്ടെന്ന് പറയാം. ഇവിടെ എനിക്ക് ആക്ച്വലി ഇത് സ്നേഹമായിട്ടല്ല ഫീൽ ചെയ്യുന്നത്, കൂടുതലും നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അത് ജസ്റ്റ് ഒരു നമ്മൾ പറയില്ലേ ഒരു പീരിയഡിൻ്റെ ഒരു ഇത് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതങ്ങനെ ഒരു ലവ് എന്നെനിക്ക് വിളിക്കാൻ പറ്റില്ല, സ്നേഹം എന്നെനിക്ക് വിളിക്കാൻ ഇതിന് തോന്നുന്നില്ല. ഈ പൈല് ഇവിടെ അത് ഒരു സ്നേഹമായിട്ടല്ല കാണുന്നത്. അവർ നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ നല്ലൊരു കമ്പാനിയൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവും, എല്ലാം ഉണ്ട്, പക്ഷെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു ബൗണ്ടറി ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഓക്കെ, ഒരു അകൽച്ചയുണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഇത് ഗ്രോ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. ഓക്കെ, ഒരു ഡിസ്റ്റൻസ് ഓൾറെഡി ഉണ്ടാവാം, അല്ലെങ്കിൽ വരും എന്ന് പറയാം. രണ്ടിലൊരാൾ ഇതിൽ നിന്ന് ടു ദ സീ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഡിസ്റ്റൻസ് എന്ന് പറയും, അത് മാത്രമല്ല വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകുന്നത് മാത്രമല്ല എനിക്ക് തോന്നുന്നത്, നിങ്ങളിൽ രണ്ടാളിൽ ഒരാൾ ഇതിൽ നിന്ന് വിട്ട് മാറിപ്പോകുന്നത് നിങ്ങളും ആവാട്ടോ. ആക്ച്വലി നിങ്ങളുടെ ഭാഗത്തുനിന്നും ആവാം, ഞാൻ അവരെ മാത്രം പറയാൻ, വേറെ പേഴ്സണെ മാത്രം പറയരുതല്ലോ, നിങ്ങളുടെ ഭാഗത്തുനിന്നും ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഇതിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായിരുന്നു, ശരി തന്നെ, മേ ബി കമ്മിറ്റ്മെൻറ്റ് വരില്ലാന്നോ എന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കാം നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരായിരിക്കാം ഒരു അകൽച്ച, ഒരു ഡിസ്റ്റൻസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പൈൽ എനിക്ക് സ്നേഹം എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തവർക്ക് സോറി. ഫോർത്ത് പൈൽ നമ്മുടെ പോയിന്റ് എന്ന് പറയും, ഇത് റോസ് ക്വാർട്സ് പോയിന്റ് എന്നാണ് പറയുക, പോയിന്റ് എന്നാണ് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് 4 of cups and empress. ആക്ച്വലി വാവ്, ഇത് നിങ്ങൾക്ക് മാരേജ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സ്നേഹമുണ്ട്, ഡെഫിനറ്റ്ലി
സ്നേഹമുണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, നിങ്ങൾ തമ്മിലൊരു മാരേജ് വരെ എത്തും എന്ന രീതിക്കാണ് ഈ പൈൽ ചൂസ് ചെയ്തവർക്ക് കൺഗ്രാറ്റ്സ്. ആക്ച്വലി ശരിക്കും ഏറ്റവും എനിക്ക് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങളെ അവർ വൈഫ് എന്ന് മാത്രമല്ല, നിങ്ങൾ ഹസ്ബൻഡൊക്കെ എടുത്തോളൂ. നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾ തമ്മിലൊരു മാരേജ് എന്ന രീതിക്ക് തന്നെയാണ്. എനിക്ക് വളരെ വളരെ പോസിറ്റീവ് റീഡിംഗ് ആണ്. ആൻഡ് ഐ ഹോപ്പ് ഇതും കൂടി നോട്ട് ഫോർ യു. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഇത് നിങ്ങൾക്കുള്ള അല്ലാന്ന്. മേ ബി എന്തെങ്കിലുമൊക്കെ സെപ്പറേഷൻ നിങ്ങൾ തമ്മിൽ വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ നമ്മൾ പറയില്ലേ, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഇതെനിക്കുള്ള അല്ല എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അല്ല, ശരിക്കും ആക്ച്വലി നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഓക്കെ, കാരണം നമ്മൾ കാർഡ്സ് കണക്ട് ചെയ്തിട്ടാണ് വായിക്കേണ്ടത്. നോട്ട് ഫോർ യു എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്കല്ല എന്ന് നമ്മൾ പറയും. പക്ഷെ ഇവിടെ കാർഡ് വെച്ചിട്ട് നമുക്കിത് മാച്ച് ആവില്ല. സോ അത് നമ്മൾ മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. പറയുന്നത് ഇത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്കുള്ള അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ നോ, ഇത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വരാൻ പോകുന്നുണ്ട്. ഇതിൽ മാരേജ് വരെ പ്രതീക്ഷിക്കാം, സെലിബ്രേഷൻ പ്രതീക്ഷിക്കാം. നിങ്ങൾ അത്രയും അബണ്ടൻസിലേക്ക് നിങ്ങൾ വരുന്നു എന്നാണ്. ഓക്കെ, സോ വെരി ഗുഡ്. ആൻഡ് ഫിഫ്ത്ത് പൈൽ നമ്മുടെ റോസ് കോട്ട്സിൻ്റെ ജസ്റ്റ് റഫായിട്ടുള്ള റോസ് കോട്ട്സ്, അൺപോളിഷ്ഡ് എന്ന് പറയും അതിന്. Okay, 3 of Swords and Page of Pentacles. സോറി, ഈ പൈലും ഇവിടെ ജെനുവിൻ ലവ് എന്ന് പറയാനില്ല, സ്നേഹം എന്ന് പറയാനില്ല. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി ഇൻവോൾവ് ആണ്. കുറേ ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഇത് പ്രോമിസിങ് ആണ് എന്ന്. ഓക്കെ, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഇതിൽ എന്തെങ്കിലും, കാരണം നിങ്ങൾക്ക് മേ ബി ഗിഫ്റ്റൊക്കെ വാങ്ങി തന്ന് നിങ്ങളുടെ കൂടെ നടന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എവിടെയോ അവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് മാത്രമല്ല, വേറെയും ചില ഇഷ്യൂസ് നിങ്ങൾ അറിയാത്തതുണ്ട് എന്നായിരിക്കും. ഓക്കെ, ഫൈനാൻസ് ഒക്കെ ഇൻവോൾവ് ഉണ്ടാവാം, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് ഇവിടെ രണ്ട് കാർഡും തമ്മിൽ. നിങ്ങൾ തമ്മിൽ മേ ബി ആദ്യമൊക്കെ നിങ്ങൾ തമ്മിൽ നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നിരിക്കും. പക്ഷെ പിന്നീട് തേർഡ് പാർട്ടി കയറി വന്നിട്ടുണ്ടാവാം, അങ്ങനെയും പറയാം. ഓക്കെ, സോ ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. ഇത് സ്നേഹം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഇത് ഐ തിങ്ക് ഒരു മുന്നോട്ട് പോകുന്നതായിട്ട് കാണാനില്ല. യാങ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ യാങ് എനർജിയിൽ വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇവിടെ ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത്. സോ നിങ്ങൾ അവനവൻ്റെ ഒരു ബാലൻസിലേക്ക് വരിക, ഇമോഷണലായി പോകണ്ട ഒരുപാട്. ഓക്കെ, കാരണം ഇത് വർക്കബിൾ അല്ല. പിന്നെ നമ്മളത് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അവനവനെ തന്നെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവാണ് കാണുന്നത് ഈ പൈലിന്, ഫിഫ്ത്ത് പൈലിന്. ഓക്കെ, സോ ഹോപ്പ് ഇന്നത്തെ റീഡിങ്, ആദ്യത്തെ പോർഷൻ കുറച്ച് ലോങ് ആയിരുന്നു എനിക്കറിയാം. പക്ഷെ അത് ഞാൻ ഒരു നമ്മൾ എന്താ പറയുക, ഒരു എൻജോയ്മെൻറ്റ് വേണ്ട എന്തെങ്കിലുമൊക്കെ അല്ലേ. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് പൈൽസ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.